ആദ്യം തന്നെ ഞാൻ ഒഴിവാക്കാൻ പറയുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മയണൈസ് തന്നെയാണ്. അത് രണ്ട് രീതിയിൽ കുക്ക് ചെയ്യും. ബോയിൽഡ് എഗ്ഗ് യൂസ് ചെയ്തിട്ടും റോ ആയതിൽ പച്ചമുട്ട യൂസ് ചെയ്തിട്ടും കുക്ക് ചെയ്യും. ഈ ബോയിൽഡ് എഗ്ഗ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത് അത്യാവശ്യം സേഫാണ്. ഓയിലൊന്നും കുറച്ച് ഉപയോഗിച്ചാൽ മതി. അതേപോലെ തന്നെ ഈ റോ ആയിട്ടുള്ള എഗ്ഗ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്ന സാൽമോണല്ല, ലിസ്റ്റീരിയ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കും. ഇത് മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ പോലുള്ള ലൈഫ് ത്രെട്ടനിങ് ഡിസീസിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഹെൽത്തി സേഫായിരിക്കുക എന്നുള്ളതാണല്ലോ മെയിൻ. ബുൾസൈ അതും നമ്മൾ ഹാഫ് കുക്ക്ഡ് ആണ്. അതും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതാണ് സേഫ്. സെക്കൻഡായിട്ട് പറയാനുള്ളത് ലിവറാണ്. ഈ ലിവറിൽ എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ എ കണ്ടൻറ്റ് കൂടുതലാണ്. ഇത് നമ്മുടെ കുഞ്ഞിൻ്റെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെയും ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനെയും ഒക്കെ സാരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ ലിവർ കഴിക്കുന്നത് ഗർഭിണികൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ പറയാനുള്ളത് മഗ്നീഷ്യം കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള മീനുകൾ, അതായത് നമ്മൾ പറയുകയാണെങ്കിൽ സ്രാവ്, കോര, ഞണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ട്യൂണ ഫിഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്യുന്നത് കുറച്ചും കൂടി സേഫായിരിക്കും.